എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നിട്ട് ചിരിച്ചാൽ മതി. ചിരിച്ച് ചിരിച്ച് കസേരന്ന് വീണു പോകും. അമ്മാതിരി ഊക്കൽ. കേരളത്തിൽ നിന്ന് പോയി ആരിഫ് ഹുസൈൻ ലണ്ടനിലേക്ക്. ഇൻ്റർനെറ്റ് വന്ന് ഇസ്ലാം മൊത്തം ഇൻ്റർനെറ്റ് വരലോടുകൂടി ഇസ്ലാം തകർന്നു എന്ന് പറഞ്ഞ ഇതേ ബോളൻ ലാസ്റ്റ് എൻ്റെ കയ്യിൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഇല്ല നിങ്ങൾക്ക് തെളിവ് തരാമെന്ന് പറഞ്ഞ മണ്ട ശിരോമണിയാണ്. ചിരിച്ച് പാതി വഴിക്കാവും ഫുള്ള് കണ്ട. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിൽ റൂമിലിരുന്നിട്ട് അപ്പുറത്ത് നിങ്ങൾ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് PR വർക്കാക്കിയിട്ട് നീ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാം, ഞാനിങ്ങനെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കോയാ കോളിങ് ആ പേര് ഈ പേര് എന്ന പേരിൽ ഇൻ്റർനെറ്റിൽ ഉള്ളിലിരുന്ന് കുറേ ഫിച്ചനകൾ ഉണ്ടാക്കി നമ്മുടെ സംഖ്യകൾക്ക് വേണ്ടി കുറേ കുഴലൂത്ത് നടത്തി. ഇപ്പം നേരിട്ട് ലണ്ടനിൽ പോയിട്ട് അവിടുത്തെ 2-3 മുസ്ലിമുകൾക്ക് മുമ്പിൽ നാറിയിട്ട് അല്ലോ ശത്രുവിന് ഈ ഗതികേട് വരല്ലേ നാസാ ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾ കണ്ടു നോക്ക്, കണ്ട് ചിരിച്ചു മറിയും. Last point. The Quran to the contrary, ladies and gentlemen, the Quran to the contrary says this. What does the Quran say about marrying one's daughters? The Quran says, wait. Surah 4. Listen to this. Surah 4, verse 23. I want you to hear this verse. We will continue this. No. I want you to hear this verse. I want to see your deflection tactics. No. I want you to hear this verse. Just one verse. The Quran. बात कर. Why is he running? Ladies and gentlemen, brothers and sisters, the sun is behind us. Turn around. ഖുർആനിൽ സ്വന്തം മകളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞു. ഓനെ ഏതോ ജബ്ബാറിനെ പോലുള്ള ഏതോ ബോളെ പറഞ്ഞ് തോപ്പിച്ചതാണ്. ഓനിക്ക് ഒന്നും അറിയില്ല, അലിഫ് ബാബു പോലും തിരിയൂല. അങ്ങനെ എന്തോ പറഞ്ഞ് പഠിപ്പിച്ചത് അവിടെ പോയിട്ട് വിളമ്പി. അവർ തെളിവ് ചോദിച്ചു. അവന് ഫോൺ എടുത്ത് 5 മിനിറ്റായി 10 മിനിറ്റായി തെളിവ് കിട്ടുന്നില്ല. ലാസ്റ്റ് പറഞ്ഞു ഇൻ്റർനെറ്റ് ഇല്ല ഫോണിൽ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അടുത്ത ക്ലിപ്പിടാം, എന്താ എൻ്റെ ഫോണിൽ ഇൻ്റർനെറ്റ് ജെമിനി എന്ത് വേണമെങ്കിലും എന്നാ നോക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടെ അവൻ്റെ എല്ലാം പോയി. സൈക്കിളിൽ നിന്ന് വീണപ്പോൾ ഒരു ചിരിയില്ലേ, വേദന സഹിക്കാനും പറ്റുന്നില്ല, ഇത് അഭിമാനം പിടിച്ച് നിൽക്കണേയും വേണം, ആ ഒരു ചിരി. എന്തിനാണ് ആരിഫേ മണ്ട നീ ഈ റൂമിലിരുന്ന് നിനക്കുള്ള PR വർക്കിങ്ങിൽ സംഘികൾക്ക് വേണ്ടി ചെയ്യുന്ന ഇത് നീ വിചാരിച്ചോ? ഇതെങ്ങനെയുണ്ട് ലണ്ടനിൽ ഇസ്ലാം ഉണ്ടോ ഇല്ലേ എന്ന് ആരിഫ് പറയട്ടെ. ഏറ്റവും നല്ല വിറ്റെന്താണെന്നറിയോ? ഇൻ്റർനെറ്റ് വരലോടുകൂടി ഇസ്ലാം എല്ലാം തീർന്നു എന്ന് പറഞ്ഞവനാണ് എൻ്റെ ഫോണിൽ ഇൻ്റർനെറ്റ് ഇല്ല അതുകൊണ്ട് തെളിവ് തരാൻ പറ്റൂല എന്ന് പറഞ്ഞത്. പിന്നെയല്ല നല്ല മട്ടിലെടുത്ത് കൊടുക്കണം തല്ല്. അടുത്ത നോക്ക്, ആ ഇൻ്റർനെറ്റ് ഇല്ല എന്ന് പറഞ്ഞു ഫോൺ തരാമെന്ന് പറയുന്ന രംഗം നോക്ക്. ആരിഫിൻ്റെ മുഖം ഒന്ന് നിങ്ങളെല്ലാവരും നോക്കും. You're going to cut up the videos, and then you're going to go there. That's what he just said. No. Right here. Look at Your excuse the internet. I'll give you internet. How about that? No, we have internet. I'll give you Here, internet. my phone. I'll give you internet. We can give you So no excuses now. My phone. We are not going to watch your channel. Internet. No problem. take half an hour break. എന്തായാലും ഓരോരു ഊക്കല്ലേ. ഇനിയിപ്പോൾ ലണ്ടനിൽ നിന്ന് വേറെ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പോകുന്ന പറഞ്ഞു. അവിടുത്തെ ഇസ്ലാമെല്ലാം കാണിക്കുമെന്നാണ് പറഞ്ഞത്. ഇനിയൊരു രാജ്യത്ത് പോകില്ല, ഓന് മുങ്ങും. ഓൻ ഇന്ത്യയിലേക്ക് വന്ന് കേരളത്തിൽ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് തന്നെ വരും. എന്നിട്ട് കുറച്ച് കാലത്തേക്ക് ഒന്നും മുണ്ടൂല. നോക്കിയോ നിങ്ങൾ. പിന്നെ മുണ്ടും. എനിക്ക് തൊലിക്കട്ടി എന്താണോ അറിയോ, ഈ കാണ്ടാ മൃഗത്തിനേക്കാളും അത് ഒരു കട്ടിയുള്ള തൊലിക്കട്ടിയാണ് എനിക്കുള്ളത്. എത്ര മണ്ടത്തരം പറയാം. ജെമിനി അടിച്ചു തൂക്കി, ഇൻ്റർനെറ്റ് ഗൂഗിൾ അടക്കം അവൻ അടിച്ചു തൂക്കി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഓന് ഇമാതിരി മണ്ടത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ വിട്ടുകളേണ്ട കേസാണ്.